വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നിങ്ങൾ തമിഴ്നയിൽ കണ്ടതുപോലെ അതുപോലെ ലൈവിൽ എന്നോട് ചോദിച്ചിരുന്നു പ്രൊക്കാസ്റ്റിനേഷനെ പറ്റിയിട്ട്. അതായത് നമ്മൾ നീട്ടി വെച്ച് പോകുന്ന ഒരു ശീലത്തെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ആ ശീലം മാറ്റി നമുക്ക് ഡു ഇറ്റ് നൗ, ഇപ്പം ചെയ്യാനുള്ള ഒരു ശീലത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാം അല്ലേ. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന പഴഞ്ചൊല്ലാണ് നാളെ നാളെ നീളെ നീളെ. നാളെ നാളെ വെച്ച് കഴിഞ്ഞാൽ നീളെ നീളെയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഇല്ല അല്ലേ. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. സോ നാളെ എന്ന് പറയുന്ന ദിവസം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക, മനസ്സിലാക്കുക. 20% ആളുകളുണ്ടല്ലോ ലോകത്തിൽ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നവരാണ്, ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുന്നവരാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പുരോഗതി ഈ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റുകൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു 7 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിലാണല്ലോ നമ്മളതിനെ നീട്ടി നീട്ടി വെക്കുക. അപ്പോൾ ഈ നീട്ടി നീട്ടി വെക്കാതിരിക്കാൻ ആ കാര്യത്തിന് ഒരു ഡെഡ് ലൈൻ നമ്മളങ്ങ് തീരുമാനിക്കുക. ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതായത് ചില ആളുകൾ പറയും, എപ്പോഴെങ്കിലുമൊക്കെ അതങ്ങ് ചെയ്ത് തീർത്താൽ പോരെ, എനിക്ക് അതിന് ഡെഡ് ലൈൻ ഒന്നുമില്ല, അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ്, എനിക്കതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയും. പക്ഷെ ശരിക്കും പ്രോബ്ലം ഉണ്ട്. ശരിക്കും മടി അല്ലെങ്കിൽ ശരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം, അതായത് നീട്ടി വെക്കുന്ന ടെൻഡൻസി അവർക്കുള്ളത് കൊണ്ടാണ് അവരെങ്ങനെ പറയുന്നത്, അത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്താൽ മതിയല്ലോ, ഞാൻ എപ്പോൾ വേണമെങ്കിലും ചെയ്തോളാം എന്ന്. പക്ഷെ നമ്മളതിനൊരു ഡെഡ് ലൈൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ, ഞാൻ ഇത്ര നാൾ, അതായത് ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ എന്നെ കാണുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അതൊരു ലോങ് ടേം ഗോളാണ് അല്ലേ, ഒരു ലോങ് ടേം ഗോളുമാണ്. അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 10 വർഷമാണ്. അപ്പോൾ അങ്ങനെ അതായത് ഞാൻ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഉള്ള ആൾക്കാരോട് ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാൻ പറയുമ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ലോങ് ടേം ഗോള്, ലോങ് ടേം ഡെഡ് ലൈൻ കീപ്പ് ചെയ്യും. എന്നിട്ട് എന്നോട് പറയും, മാം 5 വർഷമുണ്ട്, 10 വർഷമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ വേണേലും അതിനുള്ളിൽ ചെയ്താൽ മതിയല്ലോ എന്ന് പറയും. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആ ലോങ് ടേം എന്ന് പറയുന്നതിൻ്റെ ഡെഡ് ലൈൻ 10 വർഷമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാക്കണം. ആ 10 വർഷം ചിലപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ 10 വർഷത്തെ ഗോളിന് വേണ്ടിയിട്ട് ഒരു കുന്തവും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ അങ്ങനെ പോയിട്ട് എന്താ കാര്യം, നമുക്കതിൻ്റെ ഒരു തേജസ്സിൽ നമ്മൾ ഭയങ്കര ഒരു ഡ്രീം ആയിരിക്കണം, ഒരു ഭയങ്കര നമ്മുടെ ഉറക്കം കളയുന്ന ആ ഒരു ഡ്രീം ആയിരിക്കണം അത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട, ഇമോഷണലി നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള, നമുക്കൊരു സ്പെസിഫിക് മോട്ടിവേഷനുള്ള, റീസണുള്ള ഒരു പ്രത്യേക എന്തോ ഒരു ഗോളാണ് നമ്മൾ ആ സെറ്റ് ചെയ്യുന്നത് അല്ലേ. ഗോൾ സെറ്റ് ചെയ്യുന്നതും അച്ചീവ് ചെയ്യുന്നതും നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയണ, ആവശ്യമുള്ള, നമുക്ക് വേണ്ട ഒരു സാധനമായിരിക്കും നമ്മൾ ഈ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. മടി കാരണവും നമ്മളിങ്ങനെ നീട്ടിവെക്കുന്ന ടെൻഡൻസി കാരണവും അച്ചീവ് ചെയ്യാതെ പോകുന്നതാണ്. അതുകൊണ്ട് ആ ലോങ് ടേം ഗോളിനെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാക്കുക. അതായത് 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ആവണമെങ്കിൽ ഈ മാസം ഞാൻ എന്തൊക്കെ ചെയ്യണം, ഈ മാസം എനിക്ക് എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണം, ഇനി ഈ മാസം കഴിഞ്ഞാൽ ഈ 1 ഇയർ കൊണ്ട് ഞാൻ എന്തെല്ലാം മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യണം. മനസ്സിലായി? എന്നാലല്ലേ 10 വർഷം എന്ന് പറയുന്നത്, അതൊരു 10 സ്റ്റെപ്സ് നിങ്ങൾ കരുതുക, ഒരു സ്റ്റെയറിൻ്റെ 10 സ്റ്റെപ്പ് കരുതുക. ഒരു സ്റ്റെപ്പ് കയറി കാല് കൈ എടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് പോലെ തന്നെ ഒരു 1 ഇയറിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഉണ്ടാവുമല്ലോടാ. ആ എഫേർട്ടുകളെ നിങ്ങൾ ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. രണ്ടാമത്തത്, കുറച്ചൊക്കെ ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, കുറച്ചൊക്കെ വെല്ലുവിളിയുള്ള, നമ്മൾ ഭയങ്കര ഒരു ചലഞ്ചിങ് ഒക്കെ ആയിട്ടുള്ള ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അതിനെ അച്ചീവ് ചെയ്യണം, അതിനെനിക്ക് എൻ്റെ കൈവെള്ളയിൽ ഒതുക്കി വെക്കണം, അതിനെനിക്ക് നേടിയെടുക്കണം, എനിക്ക് അഭിമാനിക്കണം എന്നൊക്കെ എനിക്ക് സ്വയം ഫീൽ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ വെല്ലുവിളികളുള്ള ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. മൂന്നാമത്തത്, നമ്മൾ ഈ പറയുന്ന ഗോൾസ് സെറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് ടേം ഗോൾ സെറ്റ് ചെയ്യണമെന്ന്. ആ ഷോർട്ട് ടേം ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അതാണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. മനസ്സിലായി? ടു ഡു ലിസ്റ്റ്, ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു സാധനം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനെ ചെക്ക് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന് മുന്നേ ഒരു ഹാബിറ്റ് ട്രാക്കിംഗ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെക്ക് ലിസ്റ്റിൽ വരുന്നതാണ്.
അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഇനി അങ്ങനെയല്ല മന്ത്ലി ആണ് നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഡിസംബർ വരെയുള്ള ഒരു കോളം നിങ്ങൾ കൊടുക്കുക. നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങൾ ആ ഗോളിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യണോ അതിനൊക്കെ നിങ്ങൾ ആ സൈഡിൽ കൊടുത്തിട്ട് ചെയ്ത കാര്യങ്ങൾ ടിക്കിട്ട് പോകുക. അപ്പോൾ സോ ദാറ്റ് നമുക്കൊരു ഭയങ്കര ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ എന്തുമാത്രം ചെയ്യണം, എന്തൊക്കെ ചെയ്തു, എവിടം വരെ എത്തി എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കേട്ടോ. ഇനി നാലാമത്തത്, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ, അതായത് കുറച്ച് നേരം കഴിയട്ടെ, അല്ലെങ്കിൽ നാളെ ആവട്ടെ, അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്താലും മതിയല്ലോ, ഇതും കൂടെ അല്ലേ ഉള്ളൂ, അടുത്ത മാസത്തെ ഗോളിൻ്റെ കൂടെ എനിക്കിത് ചെയ്യാമല്ലോ എന്നൊക്കെ നമ്മളെ തടസ്സം ഉണ്ടാക്കുന്ന, ഇപ്പോൾ ചെയ്യാൻ നമുക്ക് തടസ്സം ഉണ്ടാക്കുന്ന കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ആ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. മിക്കവാറും നമ്മൾ ഫോണിൽ എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും മോട്ടിവേഷൻ കാണാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണ്ട ഒരു മെഡിറ്റേഷൻ കാണാനോ ഒക്കെ നമ്മൾ വന്ന് യൂട്യൂബ് എടുക്കുമ്പോൾ അതിൽ വരുന്ന ഫീഡുകൾ അല്ലെങ്കിൽ അതിൽ വരുന്ന റെക്കമെൻഡേഷൻസിൽ നമ്മൾ പെട്ടിട്ട് നമ്മൾ വേറെ എന്തൊക്കെയോ കണ്ട് ഒത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാവോ, ഈ പറയുന്ന ആ നമുക്ക് വേണ്ട പെർട്ടിക്കുലർ സാധനത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് മാറ്റിയിടുകയോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനെ നിങ്ങൾ ഓഫ് ചെയ്തിടുകയോ 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നെറ്റ് ഉപയോഗിക്കുന്നില്ല, ഫോൺ ഉപയോഗിക്കുന്നു, ഫോണിൽ കൂടെ പരമാവധി കയറാതിരിക്കാൻ നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയാസിലേക്കൊക്കെ നമുക്ക് പോകാനുള്ള ടെൻഡൻസി വരും. അപ്പം ബാക്കി എന്തെങ്കിലും ഒരു ലാപ്ടോപ്പോ ടാബോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കുന്നത്. അതുപോലെ ഉണ്ട് ഉറക്കം. രാവിലെ എഴുന്നേൽക്കണ്ടേ, നാളെ ആവട്ടെ, ഇന്നിപ്പോൾ ഇത്രയും ദിവസം പോയില്ലേ, അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കാം. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള രാവിലെ എണീക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്ത് ആ ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങളങ്ങനെ ഒഴിവാക്കുക. ഇനി അഞ്ചാമത്തത്, പെർഫോമൻസിനെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് ടു ഡു ലിസ്റ്റ് എടുത്താൽ മതി. ആ ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, ഏറ്റവും അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള ഒരാളോട് ഒന്ന് അതിനെ പറ്റിയിട്ട് കാണിക്കുക. അതാ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു. അത് ഞാൻ ഒത്തിരി അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരാളെ നിങ്ങൾ കാണിക്കാൻ. നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ചില ആളുകൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടണം. മറ്റേ ആൾ പറയുന്നത് ഞാൻ ഓക്കെയാണ്, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ടെന്ന് ഓക്കെയാണെന്ന് പറയുന്നതാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഒരു ലൈഫ് കോച്ചോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയൊക്കെ നിങ്ങൾ കാണിച്ച് നിങ്ങളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നൊക്കെ ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. ഓക്കെ. ഇനി ആറാമത്തത്, പാർട്ട്ണർ ഉണ്ടാവുക. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില പോയിന്റുകൾ നിങ്ങൾക്ക് തനിയെ ചെയ്യാനായിട്ടൊരു മടി വരാൻ ചാൻസ് ഉണ്ടല്ലോ. മടിയാണല്ലോ നമ്മുടെ മെയിൻ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ നമ്മളത് ചെയ്യാൻ കൂടെ ഒരാളെയും കൂടെ കൂട്ടുക. പക്ഷെ ആ ആളോട് നമ്മുടെ ഗോളിനെ പറ്റിയിട്ട് നമ്മളിത് എന്തിനു ചെയ്യുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ ഇപ്പോൾ ജിമ്മിൽ പോകാൻ നല്ല മടിയായിരിക്കും. രാവിലെ തണുപ്പത്ത് കിടന്ന് ഉറങ്ങാൻ തോന്നും. ഒരു ഫ്രണ്ടോ ഒരു പാർട്ട്ണറോ വൈഫോ ഹസ്ബൻഡോ ആരെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. അവർ ഡിമോട്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെ പറ്റുമെങ്കിൽ നിങ്ങൾ കൂടെ കൂട്ടുക. ഏഴാമത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്, പെർഫെക്ഷനിസ്റ്റ് ആവാനായിട്ട് ശ്രമിക്കും. ഏറ്റവും ബെസ്റ്റ് വേർഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ ഒരു ബെസ്റ്റ് വേർഷൻ നമ്മുടെ എന്തെങ്കിലും പുറത്ത് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ബെസ്റ്റ് വേർഷൻ വരണമെങ്കിൽ ചെയ്ത് തുടങ്ങിയാലേ നമ്മൾ വരുള്ളൂ. ചെയ്താണ് നമ്മൾ ഷാർപ്പനാവുക, ബ്രൈറ്റനാവുക. അല്ലാതെ ഷാർപ്പനും ബ്രൈറ്റനുമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു കാല് പോലും ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. വിറച്ച് നിങ്ങളവിടെ നിൽക്കുകയുള്ളൂ. കാരണം നിങ്ങൾ പെർഫെക്ഷനിസ്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കേസുകൾ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ അത്രയധികം കേസുകളിൽ ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആളുകളും, അതായത് പേടിയാണ്, ആങ്സൈറ്റിയാണ്. ഞാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താകും, ഞാൻ കുറേ ചെയ്യേണ്ടി വരുമല്ലോ, ചിലർക്ക് പണിയെടുക്കണമല്ലോ എന്നുള്ള മടി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പെർഫെക്ഷനിസ്റ്റ് ആവാതിരിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും അധികം ശ്രമിക്കുക. ഇനി ഞാനൊരു 3-4 കോഡ്സ് പറയാം കേട്ടോ. ഇത് നിങ്ങളുടെ ഡെയിലി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ എപ്പോഴും പെരുമാറുന്ന സ്ഥലത്തൊക്കെ ഒന്ന് എഴുതി ഒട്ടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് ഡു വാട്ട് യു ക്യാൻ, വെർ യു ആർ ആൻഡ് വാട്ട് യു ഹാവ്. ഇത് സ്ഥിരം നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നതാണ്. അത് തിയോഡോർ റൂസ്വെൽറ്റിൻ്റെ ഒരു വാചകമാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോട്ടാണ്. അതായത് നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങുക, നിങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. മനസ്സിലായോ?
അതല്ലേ ശരിക്കും നമുക്ക് എന്തുണ്ടോ നമുക്ക് ഇല്ലാത്തതിനെ പറ്റി നമ്മൾ ഇല്ലാത്ത ആ ബാഗിലേക്ക് ഇല്ലാത്ത സാധനങ്ങൾ നിറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യാതെ പോവാണ്. വീണ്ടും വി ആർ പ്രൊക്രാസ്റ്റിനേറ്റിംഗ് അല്ലേ? ഇനി നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി. എവിടെയാണെങ്കിലും അത് ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തത്, ഇഫ് യു ഡോണ്ട് ബിൽഡ് യുവർ ഡ്രീം someone else will hire you to help build theirs. അതായത് ഇത് ധീരുഭായ് അംബാനി പറഞ്ഞതാണ് കേട്ടോ. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ പണിതുയർത്തിയില്ലെങ്കിൽ മറ്റുള്ളവർ, മറ്റുള്ള ആരോ അവരുടെ സ്വപ്നത്തെ പണിതുയർത്താൻ വേണ്ടി നിങ്ങളെ അവർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ അവർ ഹയർ ചെയ്യും എന്നാണ് പറയുന്നത്. എത്ര അർത്ഥവത്താണല്ലേ? നമുക്കെല്ലാവർക്കും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു അൺസ്കിൽഡ് പേഴ്സണും ജനിക്കുന്നില്ല. ഒരു അല്ലേ, ജനിക്കുന്നവരെല്ലാവരും പ്രിൻസസ് ആൻഡ് പ്രിൻസ് എന്നാണ് പറയുന്നത്. രാജാവും രാജകുമാരിയുമായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന നമ്മുടെ വഴികളിലാണ് നമ്മൾ തവളയായി മാറുന്നത് അല്ലേ? അപ്പോൾ ഈ ധീരുഭായ് അംബാനി പറഞ്ഞത് തന്നെ ശരിക്കും എപ്പോഴും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇഫ് യു ഡോണ്ട് ബിൽഡ് യുവർ ഡ്രീംസ് someone else will hire you to help build theirs. അവരുടെ സ്വപ്നങ്ങൾ പണിതുയർത്താൻ വേണ്ടിയിട്ട് നമ്മളെ യൂസ് ചെയ്യും, നമ്മൾ നമ്മുടെ ഒരു ഡ്രീം ബിൽഡ് ചെയ്തില്ലെങ്കിലും. അപ്പം എല്ലാവരും അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി മൂന്നാമത്തത്, കംഫർട്ട് ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ്. അത് പി.ടി. ബാർട്ടൺ പറഞ്ഞതാണ്. അതായത് നിങ്ങളുടെ പുരോഗതിയുടെ ശത്രു നിങ്ങളുടെ കംഫർട്ടാണ്. കംഫർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കംഫർട്ട് ബ്രേക്ക് ചെയ്ത കുറച്ച് ടിപ്സ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇഷ്ടമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് പൊളിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ പുരോഗതി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതും നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി ലാസ്റ്റ് നാലാമത്തത്, ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ഡ്, ഐ വോണ്ട് ടു ബി റെസ്പെക്റ്റഡ്. എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, പക്ഷെ എന്നെ എല്ലാവരും ബഹുമാനിക്കണം. എന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ, ഓക്കെ ഇവർ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്നവരാണ്, അല്ലെങ്കിൽ ഇവർ ഇത്രയും സക്സീഡ് ആയിട്ടുള്ള ഒരാളാണ്, ലേഡിയാണ്, ഒരു മെന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് വി റിയലി വോണ്ട്. അയ്യോ ഇവർ പാവമാണ് കേട്ടോ, ഇവർ നല്ലവരാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക്? ഇല്ല. വി ഹാവ് ടു ബി വാല്യൂഡ്, വി ഹാവ് ടു ബി റെസ്പെക്റ്റഡ് അല്ലേ? ജാക്മ പറഞ്ഞ ഒരു കോട്ടാണത്. ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ഡ്, ഐ വോണ്ട് ടു ബി റെസ്പെക്റ്റഡ്. ഇത് നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ, നിങ്ങളിത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ പെരുമാറുന്ന സ്ഥലത്ത് ഒന്ന് എഴുതി ഒട്ടിച്ച് വെച്ചാൽ ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കണം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ ടെൻഡൻസിയൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഗോൾ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.